ഒരിക്കൽ നാണക്കേടിന്റെ തീരമെന്ന് വിളിക്കപ്പെട്ട സ്പെയിനിലെ ഗ്രാൻഡ് കനേരിയ ദ്വീപിലെ അർഗ്യുനെഗിൻ തുറമുഖം ജൂൺ 11 ആ മണ്ണിലേക്ക് പ്രത്യാശയുടെ സന്ദേശവുമായി ലയോപ്പാപ്പ എത്തുന്നുണ്ട്. എന്തായാലും വിശദവിവരങ്ങളുമായിട്ട് ഇപ്പോൾ അഭയ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അഭയിലേക്ക് പോകാം. അഭയ, എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? തീർച്ചയായും ജോയ്സ് ആൻഡ് റോബിൻ, വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് വരുന്നത്. ഒരിക്കൽ നാണക്കേടിന്റെ തീരമെന്ന് വിളിക്കപ്പെട്ട ഒരു തുറമുഖമായിരുന്നു സ്പെയിനിലെ ഗ്രാൻഡ് കനാരിയ ദ്വീപിലെ അർഗ്യുനെഗിൻ തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാണക്കേടിന്റെ തുറമുഖം എന്ന പേരും പേറി ജീവിച്ചിരുന്ന ഈ ഒരു തുറമുഖത്തേക്ക് വലിയ പ്രത്യാശയുടെയും കരുണയുടെയും സന്ദേശമായി ജൂൺ 11 ലയോ 14 പാപ്പ എത്തുകയാണ്. ഇത് തന്നെയാണ് ആ തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഫ്രാൻസിസ് പാപ്പയുടെ നടക്കാതെ പോയ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയാണ് ജൂൺ 11 ലയോ 14 പാപ്പ ഈ തുറമുഖത്ത് എത്തുന്നതോടുകൂടി സംഭവിക്കുന്നത്. എന്തായിരുന്നു ഈ അർഗ്യുനെഗിൻ ദ്വീപിന് നാണക്കേടിന്റെ തീരം എന്ന പേര് നൽകിയത് എന്ന ഒരു കാര്യവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. 2020 കോവിഡ് കാലഘട്ടത്തിലായിരുന്നു ഈ തീരത്തിലേക്ക് അസംഖ്യമായ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുകയും അവിടെ എത്തിയ അതിന്റെ സംഭരണ ശേഷിയേക്കാൾ 6 ഇരട്ടിയിലധികം അഭയാർത്ഥികളാണ് ഇതൊരു തുറമുഖത്തേക്ക് എത്തുകയും ആഹാരവും വെള്ളവുമില്ലാതെ കത്തുന്ന വെയിലിലും കൊടും തണുപ്പിലും തിങ്ങിപ്പാർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അവിടുത്തെ അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഈ അഭയാർത്ഥികൾക്ക് വേണ്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ വിവിധ ക്രൈസ്തവ സഭകളായിരുന്നു ഈ ഒരു അവിടെ എത്തിയ അസംഖ്യം അഭയാർത്ഥികൾക്ക് തണലൊരുക്കിയതും. എന്താണ് ഇത്തരത്തിലുള്ള ഒരു അഭയാർത്ഥികളുടെ ഒഴുക്കിന് ഈ തുറമുഖം വേദിയാകുന്നത് എന്ന് വെച്ചാൽ, ആഫ്രിക്കൻ തീരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു യൂറോപ്യൻ തുറമുഖമാണ് ഈ അർഗ്യുനെഗിൻ തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന് കടൽ കടന്നെത്തുന്ന ആയിരങ്ങളാണ്, അതായത് അവിടുത്തെ യുദ്ധത്തിന്റെയും അതുപോലെ തന്നെ കൊടിയ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കടൽ കടന്നെത്താൻ ശ്രമിക്കുന്ന ആയിരങ്ങളാണ് ഈ തുറമുഖത്ത് പലപ്പോഴും നീണ്ട ദൈർഘ്യമുള്ള യാത്രയിൽ എത്തിച്ചേരാൻ കഴിയാതെ കടലിൽ തന്നെ രോഗബാധിതരായോ അല്ലെങ്കിൽ അല്ലാത്ത അവസ്ഥയിലോ എല്ലാം എത്തി കടലിൽ അവരുടെ മൃതദേഹങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അത്തരത്തിൽ ഇവിടെ എത്തുന്നവർ തന്നെ കൊടിയ ദാരിദ്ര്യവും പീഡനവും ഒക്കെ സഹിക്കേണ്ട ഒരു സാഹചര്യവും എല്ലാം ഉണ്ടാകുന്നതായി ഈ രക്ഷപ്പെട്ട പലരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന് കടൽ കടന്നെത്തിയ ആയിരങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടിനും എല്ലാം മുന്നിൽ വേദിയായ ഒരു തുറമുഖമാണിത്. അവർക്ക് മുന്നിൽ അധികൃതർ പലപ്പോഴും നിസ്സഹായരാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത്. കാരണം അവരുടെ ശേഷിയേക്കാൾ അസംഖ്യമായിട്ടുള്ള 6 ഇരട്ടിയിലധികമുള്ള അഭയാർത്ഥികളാണ് ഈ തുറമുഖത്തോട്ട് എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ സഭയാണ് ഇവർക്ക് പലപ്പോഴും സഹായഹസ്തമായി എത്തിയിട്ടുള്ളത്. സഭകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മറന്ന് ഇതര ക്രൈസ്തവ സഭകളും ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. 2020 മുതൽ ഇന്ന് വരെ 22,000-ലധികം അഭയാർത്ഥികൾക്കാണ് കാരിത്താസ് ഇവിടെ തണലൊരുക്കുന്നത്. ദാരിദ്ര്യത്തിൽ നിന്നും യുദ്ധക്കെടുതിയിൽ നിന്നും വരൾച്ചയിൽ നിന്നും രക്ഷപ്പെടാൻ ആഫ്രിക്കൻ തീരത്തു നിന്നും പുറപ്പെടുന്ന ഇവരുടെ യാത്രകൾ പലപ്പോഴും മരണക്കെണികളിലാണ് എത്തിപ്പെടാറുള്ളത്. ആഴ്ചകളോളം നീളുന്ന യാത്രകൾക്കിടയിൽ രോഗബാധിതരാകുന്നവരെ ജീവനോടെയോ അല്ലാതെയോ കടലിലേക്ക് എറിഞ്ഞു കളയേണ്ടി വരുന്ന ക്രൂരമായ അനുഭവങ്ങളെക്കുറിച്ച് പോലും അതിജീവിച്ചവർ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ക്രിസ്തുവിന്റെ കരുണയുടെ സന്ദേശവുമായി ഇത്തരത്തിൽ നാണക്കേടിന്റെ തുറമുഖം എന്ന തീരം എന്ന പേര് പേറിയിട്ടുള്ള ഈ ഒരു തീരത്തേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ സന്ദേശവുമായിട്ടാണ് എത്തുന്നത്. ഇവിടെ കാലുകുത്തുമ്പോൾ വിദ്വേഷത്തിന്റെയും അവഗണനയുടെയും നാണക്കേടിന്റെ തീരമെന്ന് വിളിക്കപ്പെട്ട ഈ ഒരു തുറമുഖത്തിനും ഈ ഒരു മണ്ണിന് പ്രത്യാശയുടെയും കാരുണ്യത്തിന്റെയും വലിയൊരു സൂര്യോദയം, വലിയൊരു സന്ദേശം അല്ലെങ്കിൽ ഒരു പുതിയ സൂര്യോദയത്തിനാണ് വഴി തുറക്കുന്നത്. അതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇവർ. നിയമവിരുദ്ധമായ കുടിയേറ്റം നിയന്ത്രിക്കപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ യാതൊരു പക്ഷഭേദവുമില്ല, അതിൽ രണ്ട് പക്ഷമില്ല എന്നതിൽ ആർക്കും ഒരു സംശയമില്ല. എന്നാൽ അതിജീവനത്തിനായുള്ള നെട്ടോട്ടത്തിന് തങ്ങളുടെ മുമ്പിലെത്തുന്ന അഭയാർത്ഥികളുടെ നോവുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കാൻ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കാവില്ല എന്ന ഒരു സന്ദേശമാണ് ലയോ 14 പാപ്പ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ അധികൃതർ ഇവരോട് കാണിക്കുന്ന ഈ കരുണ, അല്ലെങ്കിൽ സഭ ഇവരോട് കാണിക്കുന്ന ഈ അഭയാർത്ഥികളോട് കാണിക്കുന്ന ഒരു കരുണ ഒരിക്കലും ഈ തീരത്തെ നാണക്കേടിന്റെ തീരം എന്ന ഒരു തുറമുഖം എന്ന ഒരു പേരല്ല സമ്മാനിക്കേണ്ടത്, മറിച്ച് കരുണയുടെ തുറമുഖം എന്ന പേരാണ് സമ്മാനിക്കേണ്ടത് എന്ന് ലയോ 14 പാപ്പയുടെ ഈ സന്ദർശനത്തിലൂടെ മനസ്സിലാവുകയാണ്. 2020 ഇവിടെ ഉണ്ടായിരുന്ന വ്യാകുല മാതാവിന്റെ അതുപോലെ തന്നെ വിശുദ്ധ അഗാത്തയുടെ ഒക്കെ ഇടവകയിലുള്ള ഒരു വികാരി ഈ അഭയാർത്ഥികളെ തങ്ങളോടൊപ്പം താമസിപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അത് ലോകശ്രദ്ധ നേടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രെറ്റെല്ലി തൂത്തി എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ച ഒരു സമയമായിരുന്നു അത്. എല്ലാവരും സഹോദരങ്ങൾ എന്ന വലിയൊരു സന്ദേശം നൽകുന്ന ഈ ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ച ഈ സമയം, ഈ ചാക്രിക ലേഖനമാണ് തനിക്ക് ഇതിന് പ്രചോദനം നൽകിയത്. ഈ അഭയാർത്ഥികളെയും അവരോടും കരുണയോട് പെരുമാറാൻ, അല്ലെങ്കിൽ അവരെയും ഇരുകൈ നീട്ടി സ്വീകരിക്കുവാനുള്ള ഒരു പ്രചോദനമായത് ഈ ഒരു ചാക്രിക ലേഖനമാണെന്ന് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഈ യൂറോപ്പിൽ
യൂറോപ്പുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു തുറമുഖത്തേക്ക് തങ്ങളുടെ പുതുജീവൻ ലക്ഷ്യമിട്ട് വരുന്ന നിരവധിയായ അഭയാർത്ഥികളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ അഭയാർത്ഥികളുടെ കണ്ണീരിനും എല്ലാത്തിനും വേദിയായതിന്റെ പേരിൽ ഒരിക്കൽ ഇത്തരത്തിൽ ദുഷിച്ച പേര് നേടേണ്ടി വന്ന ഒരു തുറമുഖത്തിന് വലിയ പ്രത്യാശയുടെ സന്ദേശമായി മാറുകയാണ് ലയോ 14 പാപ്പയുടെ ഈ ജൂൺ 11 നടക്കുന്ന ഈ ഒരു സന്ദർശനം എന്ന് പറയുന്നത്. ജോയ്സ് ആൻഡ് റോബിൻ. അഭയ, ഫ്രാൻസിസ് പാപ്പയുടെ ഒരു ആഗ്രഹത്തെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. അതുപോലെ ഫ്രാൻസിസ് പാപ്പയുടെ മറ്റൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യ സന്ദർശനം. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം കാണുന്നുണ്ടോ, എന്തെങ്കിലും ഒരു സാധ്യത കാണുന്നുണ്ടോ? ലയോ പാപ്പ ഇന്ത്യയിലേക്ക് വരാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടാവുമോ? തീർച്ചയായും ജോയ്സ്, നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് പാപ്പയ്ക്കൊരു ക്ഷണം വരുന്ന സാഹചര്യം, അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ എല്ലാം വത്തിക്കാനിൽ നിന്നും ഒരിക്കലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ഇതേ സംബന്ധിച്ച് ലഭിച്ചിട്ടില്ല. എങ്കിലും തീർച്ചയായും പാപ്പ ലയോ 14 പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനം ഓരോരുത്തരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ലയോ 14 പാപ്പ ആഗോള സഭയുടെ തലവനായി ചുമതല ഏൽക്കുന്നതിന് മുമ്പ് തന്റെ വൈദിക അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിൽ ഇരുന്ന സമയത്ത് കേരളം അതുപോലെ തന്നെ ഇന്ത്യയെല്ലാം സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ആഗോള സഭയുടെ തലവനായി അദ്ദേഹം ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും അതിന്റെ തുടർ നടപടികൾ വരും വർഷങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലയോ 14 പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനം ഓരോ വിശ്വാസിയും, ഇന്ത്യയിൽ നിന്നുള്ള ഓരോ വിശ്വാസിയും, പ്രത്യേകിച്ച് മലയാളിയായിട്ടുള്ള ഓരോ വിശ്വാസിയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് വളരെ പ്രത്യാശയോടെ തന്നെ പ്രതീക്ഷിക്കാം ലയോ 14 പാപ്പയുടെ ഇന്ത്യൻ സന്ദർശനം ഉണ്ടാകുമെന്ന് തന്നെ.